അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 9 വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മിദ്യാന്യ കച്ചവടക്കാരിൽ നിന്നും ജോസഫിനെ പോത്തിഫർ വില കൊടുത്താണ് മേടിച്ചത്. അവൻ യജമാനന് ഇഷ്ടനായി പ്രവർത്തിച്ചു. എല്ലാ കാര്യത്തിലും ജോസഫ് വിശ്വസ്തൻ ആയിരുന്നു. തന്നെയുമല്ല, ജോസഫിനോട് കൂടെ യഹോവ ഉണ്ടായിരുന്നു എന്ന് പോത്തിഫർ കാണുകയും ചെയ്തു. എന്നാൽ പോത്തിഫർ ജോസഫിൻ്റെ വിശ്വസ്തതയും അവനിലെ യഹോവയെയും കണ്ടപ്പോൾ പോത്തിഫറിൻ്റെ ഭാര്യ ജോസഫിൻ്റെ യൗവന ശക്തിയും അവൻ്റെ സൗന്ദര്യവുമാണ് കണ്ടത്. എങ്ങനെയെങ്കിലും അവന് കൈവശമാക്കണമെന്ന ഒരു ആഗ്രഹം ആ സ്ത്രീയിൽ ഉണ്ടാവുകയും അതിനുള്ള അവസരം അന്വേഷിച്ച് അവൾ നടക്കുകയും ഒടുവിൽ അവൾ അവനോടത് തുറന്ന് പറയുകയും ചെയ്തപ്പോൾ അവനിലെ ജഡമല്ല മറുപടി കൊടുത്തത്, പിന്നെയോ അവനിലെ ദൈവഭയമാണ്. ആ മറുപടിയാണ് ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 9 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കേട്ടത്. ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്നായിരുന്നു അത്. ജോസഫിനുണ്ടായ അനുഭവമാണ് നാം കേട്ടതെങ്കിലും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഈ കാലഘട്ടത്തിലും. ദൈവമക്കളായിത്തീർന്ന ഏതൊരു വ്യക്തിയെയും ചുറ്റിപ്പറ്റി ഓരോരോ പ്രലോഭനങ്ങൾ സാത്താൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ബോഷ്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും ചെറിയ കാര്യത്തിന് പോലും കള്ളം പറയുവാനുള്ള ഒരു പരീക്ഷണം, അതല്ല എങ്കിൽ മറ്റുള്ളവർക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുവാനുള്ള തോന്നൽ, അതല്ല എങ്കിൽ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ അതിന്മേലുള്ള ആഗ്രഹം, മറ്റുള്ളവരുടെ വളർച്ചയിൽ എന്തോ ഒരു അസ്വസ്ഥത, ഇതിൻ്റെ കൂടെ മറ്റനേകം കാര്യങ്ങൾ നമുക്ക് ചേർത്ത് പറയുവാൻ കഴിയും. കൊലപാതകം, വിവാഹമോചനം, വ്യഭിചാരം, പക, പിണക്കം, ദോഷത്തിന് ദോഷം പറയൽ, ഈർഷ്യ, വചനം വായിക്കാതിരിക്കൽ, വചനം അനുസരിക്കാതിരിക്കുക, പ്രാർത്ഥിക്കാതിരിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ദൈവവുമായുള്ള ബന്ധം ഇല്ലാതാക്കുന്നതാണ്. ഇതെല്ലാം ദൈവസന്നിധിയിൽ പാപവുമാണ്. നാം കേട്ട പാപത്തിൻ്റെ പട്ടികയിലുള്ളതോ മറ്റേതെങ്കിലും പാപമോ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റും എന്നത് തീർച്ചയാണ്. ദൈവം ജോസഫിനോട് കൂടെ ഉള്ളപ്പോൾ ഉള്ള യാതൊരു അനുകൂല സാഹചര്യവും യഹോവ ജോസഫിനെ വിട്ടുപോയാൽ ഉണ്ടാവുകയില്ല. കാരണം ശിംശോനിൽ നിന്നും യഹോവ വിട്ടുപോയപ്പോൾ അവൻ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു. ഇപ്പോൾ ശിംശോൻ്റെ കണ്ണ് പോയി, അവൻ്റെ സ്വാതന്ത്ര്യം പോയി. അവന് ശത്രുക്കൾ മാവ് കുഴയ്ക്കുന്നവനാക്കി തീർത്തു. ചെമ്പു ചങ്ങലയാൽ അവനെ ശത്രു ബന്ധിച്ചു. ഒരു വ്യക്തി യഥാർത്ഥ അടിമയാകുന്നത് അവനെ മറ്റുള്ളവർക്ക് വിൽക്കുമ്പോഴല്ല, ദൈവം അവനെ വിട്ടു പോകുമ്പോഴാണ്. ഇപ്പോൾ ജോസഫിനെ പോത്തിഫർ വില കൊടുത്തു മേടിച്ചതാണെങ്കിലും ജോസഫ് അവിടെ അടിമയല്ല, കാര്യവിചാരകനാണ്. കാരണം യഹോവ അവനോട് കൂടെയുണ്ട് എന്നതുകൊണ്ടാണത്. എന്നാൽ ജോസഫ് ആ സ്ത്രീയുടെ വഞ്ചനയിൽ വീണു പോയിരുന്നെങ്കിൽ അവൻ കണ്ട ദർശനം നിവൃത്തിയാവുകയോ അവൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുകയോ അവൻ്റെ അപ്പനും സഹോദരന്മാരും ജോസഫിൻ്റെ കാൽക്കൽ വീഴുകയോ ചെയ്യുമായിരുന്നില്ല. നാം പാപം ചെയ്താൽ ആ പാപം നമ്മെ സകല നന്മകളിൽ നിന്നും, ദൈവത്തിൽ നിന്നും, ദൈവവചനത്തിൽ നിന്നും, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും, ദൈവജനത്തിൽ നിന്നും അകറ്റും. അത് ജോസഫിന് അറിയാമായിരുന്നു. അവന് ദൈവത്തിൻ്റെ സഹിത്വവും പരിപാലനവും കാവലും ലഭിക്കുന്നുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ ഈ മഹാദോഷം ചെയ്ത് യഹോവയോട് എങ്ങനെ പാപം ചെയ്യും? സകല സാഹചര്യങ്ങളും അവന് അനുകൂലമാണ്. ഒരു മനുഷ്യനും ജോസഫ് പാപം ചെയ്താൽ അറിയുകയില്ല. എന്നാൽ ആരെങ്കിലും കണ്ടാലോ എന്ന പേടിയല്ല ജോസഫിനുള്ളത്, പിന്നെയോ പാപം ചെയ്യുവാനും അവിശ്വസ്തത കാണിക്കുവാനുമുള്ള വെറുപ്പാണ് അവൻ പ്രകടിപ്പിച്ചത്. നാം പാപം ചെയ്യുമ്പോൾ ആരെങ്കിലും കണ്ടാലോ എന്ന പേടിയാണ് നമുക്കുള്ളതെങ്കിൽ നിശ്ചയമായും ആരും കാണാത്ത അവസരം നമുക്ക് ലഭിച്ചാൽ നാം പാപം ചെയ്യും. എന്നാൽ നാം പാപത്തെ വെറുത്താൽ സാഹചര്യം എത്ര അനുകൂലമായിരുന്നാലും നാം ആ പാപം വെറുക്കുന്നതിനാൽ ഒരിക്കലും അത് ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പോത്തിഫേറിൻ്റെ ഭാര്യ അവനെ വിട്ടുകളയുവാനൊന്നും തീരുമാനിച്ചില്ല. അവൾ അവനെ കയറി പിടിച്ചു. എന്നാൽ താൻ വെറുക്കുന്ന പ്രവൃത്തി ചെയ്യുവാൻ ജോസഫ് തയ്യാറായില്ല. അവൻ്റെ ഉടുപ്പ് വിട്ട് ഓടി രക്ഷപ്പെട്ടു. അവൾ അവനോട് പ്രതികാരം ചെയ്യുന്നുണ്ട്. ജോസഫിന് പോത്തിഫേറിൽ നിന്നും ധാരാളം ഉപദ്രവം ഏൽക്കേണ്ടി വന്നു കാണും. കാരണം അവൻ്റെ ഭാര്യ ജോസഫിനെതിരെ വ്യാജം പറഞ്ഞു. എങ്കിലും ജോസഫ് അവരുടെ കുടുംബം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ല. പോത്തിഫേറിനോട് താൻ നിരപരാധിയാണെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിച്ചില്ല.
ജോസഫിൻ്റെ ആ സ്വഭാവം ദൈവം ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്. ഒത്തിരി കഷ്ടത പോത്തിഫേറിൻ്റെ ഭാര്യ നിമിത്തം ജോസഫ് സഹിക്കേണ്ടി വന്നെങ്കിലും അവൻ്റെ വിശ്വസ്തതയും ദൈവഭയവും അവൻ വിട്ടുകളഞ്ഞില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും വ്യക്തിബന്ധം മുറിച്ചു കളയുന്നവർക്കും അവിശ്വസ്തത കാണിക്കുന്നവർക്കും ദൈവവചനത്തിനെതിരെ ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർക്കും ജോസഫ് ഇന്നും ഒരു വെല്ലുവിളിയാണ്. ഓർക്കുക, നാം വിശ്വസ്തരായാൽ നിശ്ചയമായും നീതിമാനായ കർത്താവ് ഉയരത്തിൽ നിന്നും നോക്കി പ്രതിഫലം നൽകുവാൻ ശക്തനാണ്. ജോസഫ് വിശ്വസ്തനായിരുന്നിട്ടും അവൻ അടികൊണ്ടു. രാജാവിൻ്റെ ജയിലിൽ അവനെ കൊണ്ടിട്ടു. ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത കുണ്ടറയാണ് രാജാവിൻ്റെ ജയിൽ. എന്നാൽ ജോസഫിൻ്റെ താമസ സ്ഥലം മാറ്റുവാൻ പോത്തിഫറിനും അവൻ്റെ ഭാര്യയ്ക്കും കഴിഞ്ഞെങ്കിലും ജോസഫിൻ്റെ ദൈവത്തെ ജോസഫിൽ നിന്നും മാറ്റുവാൻ പോത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല. അവളെ പ്രസാദിപ്പിക്കുവാൻ ജോസഫ് തീരുമാനിച്ചെങ്കിൽ അവളുടെ അടിമയായി അവൻ അധപ്പതിക്കുമായിരുന്നു. യഹോവ അവനെ വിട്ടു പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കുണ്ടറയിൽ ജോസഫ് എത്തേണ്ടി വന്നെങ്കിലും അവിടെ നിന്ന് അവൻ ചെന്നത് ഫറവോൻ്റെ കൊട്ടാരത്തിലേക്കാണ്. ജോസഫിനെ സഹായിക്കുമെന്ന് ചിന്തിച്ചിരുന്ന പാനപാത്രവാഹകൻ അവനെ മറന്നു കളഞ്ഞു. അവൻ മറന്നില്ലായിരുന്നെങ്കിൽ ജോസഫ് പാനപാത്രവാഹകൻ്റെ ദാസനാകുമായിരുന്നു. എന്നാൽ ഫറവോൻ്റെ മുമ്പിൽ ഇതാ ജോസഫ് നിൽക്കുകയാണ്. ജോസഫിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇരക്കുന്നവനായിട്ടല്ല, ഫറവോൻ കണ്ടു മറന്ന ദർശനം വെളിപ്പെടുത്തി കൊടുത്ത് ഫറവോൻ്റെ ദുഃഖം മാറ്റുവാനും മിസ്രയീമിനെ മാത്രമല്ല ലോകത്തെ മുഴുവനും തന്നെ രക്ഷിക്കുവാനുമായിട്ടാണ് അവനവിടെ നിൽക്കുന്നത്. കാര്യങ്ങൾ സമാപ്തിയിലെത്തിയപ്പോൾ ഫറവോൻ്റെ രണ്ടാമനായി ഫറവോൻ ജോസഫിനെ നിയമിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് രാജാവിൻ്റെ ഉദ്യോഗസ്ഥനായ പോത്തിഫേറും അവൻ്റെ ഭാര്യയും അവിടെ ഉണ്ടായിരിക്കുവാനാണ് സാധ്യത. അതെ, ശത്രു മുൻപാകെ മേശയൊരുക്കുന്നവനായ യഹോവയാണ് ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത്. അവൻ നമ്മെ വിട്ട് പോകുവാനാണ് പോത്തിഫറിൻ്റെ ഭാര്യയും മറ്റു ചിലരും നമ്മെ പിന്തുടരുന്നത് എന്ന് നാം ഓർക്കുക. യഹോവ നമ്മെ വിട്ടു പോകാതെ ഇരിക്കുവാനായി നാം എന്ത് ചെയ്യണമോ അത് നാം ചെയ്യണം. എന്തെല്ലാം നഷ്ടം സഹിക്കേണ്ടി വന്നാലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിട്ടു പോകുവാൻ നാം ഇട കൊടുക്കരുത്. അങ്ങനെ നാം ചെയ്താൽ നമ്മുടെ പ്രതിയോഗി ലജ്ജിക്കും. ജോസഫിനെ പ്രതിസന്ധിയിലാക്കിയ പോത്തിഫറിൻ്റെ ഭാര്യയും പോത്തിഫറും ജോസഫിൻ്റെ മുമ്പിൽ വണങ്ങി നിൽക്കേണ്ടി വന്നു. ചിലപ്പോൾ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് പ്രതികൂലമായി വന്നേക്കാം. നാം മേടിക്കാത്തത് തിരികെ കൊടുക്കേണ്ടി വന്നേക്കാം. നാം അറിയാത്ത കാര്യങ്ങൾക്കും ചെയ്യാത്ത കുറ്റങ്ങൾക്കും ശിക്ഷിക്കപ്പെട്ടേക്കാം. ഈ സമയങ്ങളിലെല്ലാം കർത്താവ് നിശബ്ദനായി നിന്നേക്കാം. ഭയപ്പെടേണ്ട. നാം ആ പ്രതികൂലത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് കർത്താവ് ശ്രദ്ധിക്കുന്നത്. ദൈവം ഇഷ്ടപ്പെടുന്ന ജീവിത രീതിയും പ്രതികരണ രീതിയും നാം പിന്തുടരണമെങ്കിൽ നമുക്ക് ദൈവവുമായി നല്ല സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. നാം കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവനെ സ്നേഹിക്കുന്നവനായിരിക്കണം. ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ ദൈവം അത് അറിഞ്ഞിരുന്നു, പക്ഷെ പ്രതികരിച്ചില്ല. മിദ്യാന്യ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് ജോസഫിനെ കച്ചവടം ചെയ്തപ്പോൾ ദൈവം അത് അറിഞ്ഞിരുന്നു, എങ്കിലും പ്രതികരിച്ചില്ല. പോത്തിഫറിനെ അവർ ജോസഫിനെ വിറ്റപ്പോൾ ജോസഫിനോട് കൂടെ തന്നെ ദൈവമുണ്ടായിരുന്നു, എങ്കിലും ദൈവം പ്രതികരിച്ചില്ല. പോത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ പ്രതിസന്ധിയിലാക്കിയപ്പോഴും ദൈവം അറിഞ്ഞിരുന്നു, പക്ഷേ പ്രതികരിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ചിലപ്പോൾ നമുക്ക് വേണ്ടി ദൈവം പ്രതികരിക്കാതിരിക്കുന്നതും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നാം ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ മറുപടി തരാതിരിക്കുന്നതും ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ട് എന്നതിനാലാണ്. ജോസഫിന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയിൽ നിന്നും അവനെ വലിച്ചെറിയുവാനായി സാത്താൻ പോത്തിഫറിൻ്റെ ഭാര്യയിൽ കൂടി ചെയ്തത് എന്താണെന്നറിയാമോ? ജോസഫിന് ഉപായത്താൽ സ്വന്തമാക്കുവാനും അതിന് നടക്കാതെ വന്നപ്പോൾ ബലപ്രയോഗത്തിലൂടെ നശിപ്പിക്കുവാനും അത് നടക്കാതെ വന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞ് രാജാവിൻ്റെ കുണ്ടറയിൽ ഇടുവാനും തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ആ സമയങ്ങളിലെല്ലാം ജോസഫിൻ്റെ കൂടെ വസിച്ചിരുന്ന ദൈവം ചെയ്തത് എന്താണെന്നോ? ജോസഫ് കണ്ട ദർശനം സഫലമാക്കുവാൻ അതിവേഗം ജോസഫുമായി മുന്നേറുകയായിരുന്നു ദൈവം ചെയ്തത്. ജോസഫ് പാപത്തെ വിട്ട് ഓടി രക്ഷപ്പെട്ട് സാത്താൻ്റെ കെണിയിൽ വീഴാതിരുന്നു. അതുകൊണ്ട് തന്നെ ഒടുക്കം പോത്തിഫറിനെയും അവൻ്റെ ഭാര്യയെയും ജോസഫ് ഭരിച്ചു. അവൻ്റെ അപ്പനും സഹോദരന്മാരും അവൻ്റെ ആശ്രിതരായി തീർന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും ജോസഫ് എന്ത് ദർശനമാണോ കണ്ടത് അത് നിവൃത്തിയായത് ജോസഫ് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായി വന്നാലും പ്രതീക്ഷിക്കുന്ന ആരും സഹായത്തിന് വന്നില്ലെങ്കിലും ഭയപ്പെടേണ്ട. നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുന്നില്ല.
പ്രതികരിക്കേണ്ട തക്ക സമയത്ത് അവൻ പ്രതികരിക്കും. അവൻ നിൻ്റെ നീതിയെ പ്രഭാതം പോലെയും നിൻ്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കുമെന്ന് 37 സങ്കീർത്തനം 6 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുവരെയും പ്രലോഭനങ്ങളിൽ വീണു പോകാതെ സകലവിധ പാപങ്ങളിൽ നിന്നും ഓടിയാകുന്ന കർത്താവിൽ മാത്രം ആശ്രയം വെച്ച് വചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, മനോവേദനയാൽ ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. അവരുടെ ഹൃദയവേദന മാറ്റി കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. ഏതെങ്കിലും പ്രതികൂലത്തിലായിരിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രതികൂലത്തിൽ നിന്നും അവരെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.